ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ഇത് ഞാൻ ഉണ്ടാക്കിയ മോഡലല്ല, ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പം കുറേ പേര് 4-5 പേര് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് തിരക്കാരനാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ വൈകിയത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക, ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ മോളെ കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മോളെ തല വെച്ചിട്ടുള്ള ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതോടും പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി ഫ്രീ ആയിട്ടുള്ള മേക്കിംഗ് ക്ലാസ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വയർ ബോയിൽ സ്റ്റോൺ ചെയിൻ ഉണ്ടാവുമല്ലോ, അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അത് ഒട്ടിച്ചിട്ട് നമ്മൾ 24 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം 3 ബോയിലും നമ്മൾ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും 3 എടുത്തിട്ട് ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ടൈപ്പാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ടൈപ്പ് ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേനും ചിലപ്പോൾ എൻ്റെ കയ്യിലേക്ക് എത്തും. എൻ്റെ ടൈപ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഈ അറ്റവും ഇതുപോലെ എൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഇതാക്കുന്നുണ്ട്. ഇതിലെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആ ഇംഗ്ലീഷ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, വലിയ ബീഡ്സ് എടുത്തിട്ട് അതിൽ കോർത്തിട്ട് പിന്നെ അതിങ്ങനെ ഈ അറ്റത്തോട്ട് വരുമ്പോൾ അതിന് ചെറുതായിട്ടാണ് വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 12 mm ബീഡാണ് കേട്ടോ. 12 mm ബീഡ് 4 mm ഗിയർ വെയറിലൂടെയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് സെൻറ്ററിലുണ്ടാവുമല്ലോ, സെൻറ്ററിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. സെൻറ്ററിൽ എടുത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം നല്ല എലഗൻ്റ് ലുക്ക് ഉണ്ട് കേട്ടോ. കാരണം കുറേ ഇത് ഇട്ടിട്ട് എന്താ പറയുക, മോള് പെരുന്നാക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പെരുന്നാക്കെന്ന് കരുതിയിട്ടൊന്നും ഇതാക്കിയതല്ല. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ഡ്രസ്സ് ഏകദേശം ഒരു വൈറ്റിൽ ഒരു ഓഫ് വൈറ്റായിരുന്നു അവളുടെ ഡ്രസ്സ്. പിന്നെ എൻ്റെ ഒരു മോള് ഇത് പറഞ്ഞാൽ ചെറിയ മക്കളല്ലേ, അവൾക്ക് കണ്ടാൽ അത് തല വെക്കണം. പിന്നെ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് നമുക്ക് ഒന്ന് ഉറങ്ങി എണീറ്റ് ചെയ്യുമ്പോഴത്തേന് സാധനം മാറ്റി വെച്ചാലൊക്കെ ആൾക്ക് ഓർമ്മയെന്ന് പോവുള്ളൂ. അത് ചിലപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോസ് എന്തെങ്കിലും കണ്ട ആൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ്. അങ്ങനെ പിന്നെ തല വെച്ച് കൊടുത്തു, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം വെച്ച് കൊടുത്തു. പിന്നെ അത് ഊരിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഒന്നും ഊരിയിട്ടില്ല. ഷൂ പോലും അവൾ ഊരിയിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാൾക്ക് ഉച്ചയ്ക്ക് കിടന്നപ്പോൾ കൂടി ഊരിയിട്ടില്ല. കാരണം ചെറിയ മക്കളല്ലേ, അവർക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അകലത്തിൽ ഗിയർ വെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പ്രശ്നമല്ല, നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയതാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ എങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിൽ ഞാൻ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് അതിൻ്റെ മെറ്റീരിയൽസ് എനിക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണെങ്കിലും മലയാളത്തിൽ നിന്നാണെങ്കിലും ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. എനിക്ക് പറ്റിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങൾ നമ്മൾ കയ്യിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്ത് നോക്കലുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ പരീക്ഷിക്കുന്നത്. അല്ലാതെ ആരും തികഞ്ഞിട്ട് പഠിക്കുന്നവരൊന്നുമല്ലല്ലോ. ചിലത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മൾ ഓരോന്നും ഇനി അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരാം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പഠിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു കറി വയ്ക്കൽ, ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഫസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഇട്ടാൽ ഇത്ര ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകൾ വരുമല്ലോ, ഓരോ തോട്ടുകൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. ഫസ്റ്റ് നമ്മൾ ആരും ചെയ്ത് പഠിക്കുന്നില്ല. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാനിത് ഫസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ല അത്യാവശ്യം പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ 2 സൈഡിൽ മാത്രം അത് എൻ്റെ അടുത്ത് ബീഡ്സ് ഇല്ലാത്തത് കൊണ്ട് മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിനനുസരിച്ച് ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റും, നല്ല ഇതിൽ തന്നെ പറ്റും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ പേര്, എനിക്ക് തോന്നുന്നു 6-ൽ കൂടുതൽ ആൾക്കാർ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ്, ഇപ്പോൾ ഇന്നലെ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു റംസാൻ ഫസ്റ്റിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാനത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കുറേ ആയി എടുത്ത് വെച്ചിട്ട്. പിന്നെ അപ്ലോഡ് ആക്കാൻ ഓരോ പ്രശ്നങ്ങൾ. അപ്ലോഡ് ആക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് നേരിട്ട് റെക്കോർഡ് കൊടുക്കാൻ പറ്റുന്നില്ല. കുറേ മേക്കിംഗ് അങ്ങനെ കുറേ നേരം ടൈം എടുത്തിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡ് ഓൺ ദ വേ അപ്പോൾ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാൻ പറ്റും. ഇതാകുമ്പോൾ പറ്റില്ല. അപ്പോൾ അതിൽ കുറേ
എന്താ പറയുക, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള കുറേ പാട്ടുകൾ ചിലപ്പോൾ ഞാൻ മോൾക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഖരം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ വോയിസ് വരുമ്പോൾ അങ്ങനത്തെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം, എന്നിട്ട് വേണം ഇതിൽ ആഡ് ആക്കാനൊക്കെ. അപ്പോൾ ഇതാക്കണം, നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതാ ഒരു ഭാഗത്തോട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അത് നിങ്ങളുടെ ഓപ്ഷനെ നിങ്ങൾക്ക് എങ്ങനെ സ്യൂട്ടാകുന്ന വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു തന്നുള്ളൂ. ഇതാണ് ഞാൻ ഈ എന്താ പറയുക, സ്റ്റോൺ ചെയിന് B7000 ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 24 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു 24 മണിക്കൂറല്ല, ഞാൻ 2 ദിവസമായിട്ട് അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, എനിക്ക് പിന്നെ അത് നമുക്ക് ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ എന്താ പറയുക, റംസാൻ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അന്ന് പിന്നെ ഓരോ ക്ഷീണം കയക്കം ആയതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. പിന്നെ ഈ സാധനം ഇവിടുന്ന് ഒട്ടിച്ച് വെച്ചത് ഇവിടെ മുഴുവനാക്കണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ മുഴുവനാക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ബീഡ്സ് നമുക്ക് ഇതുപോലെ എന്താ പറയുക, ഇതാ 12 mm ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ. പിന്നെ അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മൾ അതിലും കുറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഉപയോഗിച്ചു കൊടുക്കുന്നത്. സെൻറ്ററിൽ കുറച്ച് ഭാഗത്തോട്ട് നമ്മൾ 11, അതായത് 12 mm ഉപയോഗിക്കുക കേട്ടോ. അതാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ, നമ്മൾ അത്യാവശ്യം ലെങ്ത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് സൂട്ട് ആകുക, അതായത് ചേരുന്നത് നമുക്കൊരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് മക്കളുടെ തലയിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും, വെയിറ്റ് ബീഡ്സിൻ്റെ കനം ഉണ്ടാവും. അപ്പം മക്കളെ തലയിൽ നിൽക്കണം, ഒരു വെയിറ്റ് ഇല്ലാത്ത എന്താ ലോ വെയിറ്റ് ആണല്ലോ, ചെറിയ മക്കളല്ല, കുഞ്ഞു മക്കളല്ല. അപ്പോൾ ചുരുങ്ങിയത് ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ മക്കൾക്കാണ് ഇത് സ്യൂട്ടാകുക. പിന്നെ എൻ്റെ മോളെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഞാൻ എന്ത് ചെയ്താലും, അവൾക്ക് ആൾക്കറിയാതെ എവിടെ വെക്കുന്ന സാധനമാണെന്ന് അവൾക്കറിയാം. ഇനിയിപ്പോൾ ഒരു മാലയാണ്, ഞാൻ ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാമെന്നെങ്കിൽ അവൾക്കത് കഴുത്തിലിടണം. അതാണ് അതിപ്പോൾ ആളെന്നല്ല, മക്കളെ കാര്യങ്ങളായാലും തന്നെ ഉണ്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് 7 പീസോളം അങ്ങനെയൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് 2 ഭാഗത്തോട്ടും നമ്മൾ ടോട്ടൽ 7 ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എത്രത്തോളം വരുന്നുണ്ടെന്ന് ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ ഗ്യാപ്പിനനുസരിച്ച് നമുക്ക് ഫില്ലാക്കി കൊടുക്കുക. അതിന് നിങ്ങളുടെ കയ്യിൽ 10 mm ബീഡ് ഇതുപോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡാക്കി കൊടുക്കുക. ബാക്കി 8 mm അങ്ങനെ പോന്നാലും നല്ല ഭംഗിയിൽ വൃത്തിക്ക് തന്നെ നിൽക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരെ 12 8 ചാടി. അതായത് 8 എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടു. പിന്നെ അത് ഫുള്ളായിട്ട് ത്രൂ ഔട്ട്, അത് ഈ 2 അറ്റവും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ എന്നാലും എല്ലാവരും കണ്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭംഗിയുണ്ട് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി ചെയ്യുന്നത്. മോളെ തലേന്ന് ഊരിയിട്ട് നോക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ടവരൊക്കെ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പെരുന്നാക്കാണ് വെച്ചത്. പിന്നെ ഞാൻ അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞാരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഉണ്ടായിരുന്നു, നീ ഉണ്ടാക്കിയതാണെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഈ ബീഡ്സും ഇത് മാത്രം മതി. പക്ഷെ നല്ല എലഗൻ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല എലഗൻ്റ് ലുക്കാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് കടയിൽ ചെന്നിട്ട് വാങ്ങിക്കണമെങ്കിൽ എബോ 100 കിട്ടാൻ ചാൻസ് ഇല്ല. 100 പുറത്ത് തന്നെ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനത്തെ കിട്ടിത്തരാണെന്നില്ല. അതായത് നമ്മൾ കടയിൽ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലത്തെ ഞാൻ സത്യം പറയില്ല, ഞാൻ ഇതുപോലത്തെ ഇങ്ങനത്തെ ഫാൻസി കടയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ അടുത്തൊന്നും ഫാൻസിയിൽ കയറിയിട്ടുമില്ല, അത് വേറെ കാര്യം. ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ ഫാൻസിയിലൊന്നും കയറിയിട്ടില്ല. കാരണം മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ വളയമാലയൊക്കെ ഇപ്പോൾ അവൾ ഇടാൻ പ്രായമായിട്ടില്ലല്ലോ, ഇടുന്നുണ്ട്, ഓർണമെൻറ്റ്സ് അവളെ ഇതുണ്ട്. പക്ഷേ നമ്മൾ സ്കൂൾക്കും ഇതിലൊക്കെ പോകുമ്പോഴാണ് അത്യാവശ്യം ഫാൻസി ഐറ്റംസ് വേണ്ടത്. അപ്പം ഇപ്പോൾ കാര്യമായിട്ട് വേണ്ടത് ഹെയർ ആക്സസറീസാണ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്തായിട്ടൊന്നും 1 വർഷത്തിൽ കൂടുതലായി ഞാനിപ്പോൾ ഫാൻസി കയറിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ബോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫാൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ, അപ്പോൾ അവർ കട മാറ്റി. അപ്പോൾ അന്ന് കൊടുത്തിട്ട് പോലും അന്ന് 1 വർഷമൊക്കെ ആവാറായി. ഞാൻ പെരുന്നാൾ കഴിഞ്ഞ ഇതിൽ കൊടുത്തതാണ്. പക്ഷെ അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഈ ടൈപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ നോർമലായിട്ട് എല്ലായിടത്തും ബീഡ്സ് വെച്ച് കണ്ടിട്ടുള്ളത് നമ്മൾ സാധാ വയർ ബോയിൽ ലെറ്റർ ബീഡ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റർ ബീഡ്സ് വെച്ചിട്ടുള്ളതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ നമുക്ക് 2 ലെയറായിട്ട്, അതായത് ഇപ്പോൾ ഞാൻ 3 വയർ ബോ ഉണ്ടല്ലോ, ആ സ്ഥാനത്ത്
ടു വെച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വയസ്സിന് മുകളിലുള്ള മക്കൾക്കൊക്കെ സ്യൂട്ടാവും കേട്ടോ. കാരണം അവർക്ക് വെയിറ്റ് പ്രശ്നം ഉണ്ടാവില്ല, കാരണം അത്ര അധികം വെയിറ്റ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം ഇത്രയും ബീഡ്സ് നമ്മളെ മക്കളെ തലയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുക കംഫർട്ട് ഉണ്ടാകണമെന്നില്ലല്ലോ. പക്ഷെ അവർ പിന്നെ ഭംഗിയോണ്ടും അവർ വെക്കുന്ന ഒരു ഇതുകൊണ്ടും അവർ അങ്ങനെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടല്ലോ അത് അറ്റത്തായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഇവിടെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ അറ്റത്തോട്ട് വരുമ്പോൾ രണ്ട് എണ്ണത്തിനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ ഒന്നുമ്പോൾ തന്നെ ഞാൻ ചുറ്റിയിട്ടു. കാരണം ഞാൻ എങ്ങനെ വന്നാലും നമുക്കിത് മുഴുവനാക്കണമല്ലോ, അതിൽ ചെയ്തതാണ്. പക്ഷേ എന്നാലും കുറേ പേര് കണ്ടവരെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. കാരണം ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് അത്ര റേറ്റൊന്നും വരുന്നില്ല. നമുക്ക് തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 3 വയർ ബോയ് വേണ്ടല്ലോ. പിന്നെ കണ്ടല്ലോ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഞാനിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ മുറിച്ചിട്ടാണല്ലോ ഗിയർ വയർ എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ലല്ലോ, ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവിടെ കുട്ടികളുടെ മേത്തൊന്നും കുത്താത്ത രീതിയിൽ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. പിന്നെ ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റുമെന്ന് നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ മോളോ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ.